എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഹായ്, ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളിയുടെ തണ്ടുണ്ട്, സോയ ചങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെല്ലാം അരിഞ്ഞ് വറക്കി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെല്ലാം റെഡിയാക്കി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ജീരകം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. കടുകും കുറച്ചിട്ടാൽ മതി, അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഓയിൽ കുറച്ചൊഴിച്ചത് എനിക്ക് ഇത് ഗീലാണ് ശരിക്കും തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരുവിധം ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞത് അല്പം വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് കുറേ നേരം ഇതിൻ്റെ അകത്ത് ഈ ഹീറ്റ് കൊണ്ട് വളരെ ചെറുതായിട്ട് വന്നോളൂ. ഉള്ളി അരിഞ്ഞതും തീരെ സ്ലൈസസ് ആക്കി അല്ല, കുറേ സമയം ഇതിൻ്റെ അകത്ത് കിടന്ന് വഴൻ്റെ ആ ഉള്ളിയൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാറി വരും. അത് നിങ്ങൾക്കത് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ആയി വരുന്നുണ്ട്. 2-3 ഫ്ലേക്ക് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തു. മുളക് 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ വേറെ മുളക് പൊടികൾ വരാനുള്ളതാണ്. ഇതിങ്ങനെ നന്നായിട്ട് അങ്ങ് വഴണ്ട് വന്നോളൂ. ഇനി ശരിക്കും സോയ ചങ്ക്സും ഇട്ട് കൊടുത്തു. സോയ ചങ്ക്സ് നന്നായിട്ട് ഒരു വീട്ട് അങ്ങോട്ട് വഴണ്ട് വന്നിട്ട് ഉപ്പ് ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ഞാൻ വീട്ടിൽ പൊടിക്കുന്നതാണ് എല്ലാം. അതുപോലെ തന്നെ ഗരം മസാലയും വീട്ടിൽ പൊടിച്ചതാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ, 1/2 ടീസ്പൂൺ ഇല്ല. മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണേ ഉള്ളൂ. മുളക് പൊടി ഒരു പിഞ്ചിട്ടാൽ മതി. ഈ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലാകണ്ട മുളക് പൊടി. അത് ശരിക്കും ഒന്ന് കളറ് മാറി കിട്ടാൻ വേണ്ടി. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളറൊക്കെ ഒന്ന് ഇതായി കിട്ടും. നെയ്യാണ്, വീട്ടിൽ ഞാൻ റെഡിയാക്കിയ നെയ്യാണ്. അവ നെയ്യ് അടിയിലായപ്പോഴത്തേനും അല്പം എന്താണ്, വീട്ടിൽ ഉരുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഉരുക്കിയെടുക്കുമ്പോൾ അടിയിൽ കുറച്ച് ആ പാലിൻ്റെ അംശം ശരിക്കും മുരിഞ്ഞു വരുമ്പോഴത്തേനും അല്പമൊക്കെ അതിൻ്റെ അടിയിൽ വരും. അത് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെയായി കിട്ടുന്നതാണ്. അല്ലാതെ അത് കരടൊന്നുമല്ല, അഴുക്കൊന്നുമല്ല. അപ്പോൾ ഞാൻ എടുത്ത സ്പൂൺ അതിൻ്റെ അകത്തേക്ക് വെച്ചതേ ഉള്ളൂ. അതിലേക്ക് ഉരുകി ഇറങ്ങിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ സോയ ചങ്ക്സ് ഇങ്ങനെ വറുത്ത് ഇനി കുറേ സമയം ഇട്ട് നമുക്ക് വറക്കണം. അത് മുഴുവൻ നേരം ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. ഉള്ളിയുടെ തണ്ട് അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിഞ്ഞ് വഴണ്ട് കുറച്ച് സമയം എടുക്കും. ശരിക്കും നെയ്യും ആവശ്യത്തിനുണ്ട്. ഉപ്പൊക്കെ അങ്ങ് ചെന്നപ്പോഴത്തേനും അതിൻ്റെ അകത്ത് വെള്ളമായിട്ടുണ്ട്. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അത്രയും ഓയിലിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ ഗീയും ചേർത്തുകൊണ്ടാണ്. ഇനി ഇത് ഉപ്പങ്ങ് ചെന്നപ്പോഴത്തേനും ശരിക്കും അതിൻ്റെ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് പിന്നെ ഫ്രൈ ആയിട്ട് വന്നോളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് മൂടൽ പൊക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ആയിട്ടുള്ള ഐറ്റം റെഡിയായി. ഡെലീഷ്യസ് ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.